മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അഡീഷണൽ സെഷൻസ് കോടതി തൃശ്ശൂർ ഈ കേസിൽ ഇവർ കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവർ കുറ്റവാളികളല്ല, നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അക്വിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ 2022 കേരളത്തിലെ പോലീസ് ഇങ്ങനെ ഒരു കേസെടുത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടില്ല. ഭരണഘടന അപകടത്തിലായി, വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എ റഹീമോ അല്ലെങ്കിൽ വൃന്ദാകാരാട്ടോ ഒന്നും കേരളത്തിൽ വന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സഭയുടെ നേതൃത്വത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്തടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയുണ്ടായി. വാ മൂടിക്കെട്ടിയാണ് ബിഷപ്പുമാരടക്കം ഇന്ന് തെരുവുകളിലേക്ക് ഇറങ്ങുന്നത്. ചങ്ങാത്തം എന്ന കാര്യം, ഇനി ചായ കുടിക്കണോ എന്ന കാര്യം ഒക്കെ നീതി കിട്ടിയതിനു ശേഷം ചർച്ച എന്നുള്ളതാണ് സഭ വ്യക്തമാക്കുന്ന ഒന്ന്. അങ്ങനെ ഇപ്പോൾ പമ്പ്ളാനി പിതാവിൻ്റെ അടക്കം വളരെ രൂക്ഷമായ പരാമർശങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. ഈ നിലയ്ക്കുള്ള പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകുന്നതിനെ BJP എങ്ങനെയാണ് കാണുന്നത്? നീതി നിഷേധമുണ്ടായി എന്ന ന്യൂനപക്ഷം കരുതുകയാണ് ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. നമുക്ക് തീർത്തും ദൗർഭാഗ്യകരമാണ് ആ നിലയിലുള്ള പ്രതികരണങ്ങൾ എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. ഇവിടെ ക്രിസ്ത്യൻ സഭയ്ക്ക് BJPയുമായിട്ടുള്ള സൗഹൃദത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പർക്കത്തിനോ ഒന്നും ഈ കേസുമായിട്ട് അക്ഷരാർത്ഥത്തിൽ ബന്ധമില്ല എന്നുള്ളതാണ്. ഇതൊരു ഡ്യൂ ലീഗൽ പ്രോസസ്സാണ്. നാട്ടിൽ നടക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള പ്രക്രിയയാണ്. അതിൽ BJPയുടെയോ അല്ലെങ്കിൽ BJP നയിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയോ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് സംഭവങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ആമുഖമായിട്ട് സൂചിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഞാനത് ഹിന്ദു പത്രത്തിലാണ് വായിച്ചത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് 2 nuns acquitted എന്നാണുള്ളതാണ് വാർത്ത. അതായത് 2022 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജാർഖണ്ഡിൽ നിന്നുള്ള 3 ട്രൈബൽ പെൺകുട്ടികളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ധൻബാദ് ആലപ്പി എക്സ്പ്രസിൽ കൊണ്ടുപോകുകയായിരുന്ന 2 കന്യാസ്ത്രീകളെ തൃശ്ശൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ IPC 370 പ്രകാരം ഹ്യൂമൻ ട്രാഫിക്കിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. അത് 2022 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന ഘട്ടത്തിലാണ് സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ജാർഖണ്ഡിൽ നിന്നുള്ള 3 ട്രൈബൽ പെൺകുട്ടികളുമായിട്ട് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന 2 മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിന് കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അഡീഷണൽ സെഷൻസ് കോടതി തൃശ്ശൂർ ഈ കേസിൽ ഇവർ കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവർ കുറ്റവാളികളല്ല, നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അക്വിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ 2022 കേരളത്തിലെ പോലീസ് ഇങ്ങനെ ഒരു കേസെടുത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടില്ല. ഭരണഘടന അപകടത്തിലായി, വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എ റഹീമോ അല്ലെങ്കിൽ വൃന്ദാകാരാട്ടോ ഒന്നും കേരളത്തിൽ വന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സഭയുടെ നേതൃത്വത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ 2014 നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള 460 കുട്ടികളെ, അതായത് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ വെച്ച് മുക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു യത്തീംഖാനയിലേക്ക് കൊണ്ടുവരികയായിരുന്ന 460 കുട്ടികളെ അവിടെ വെച്ച് റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇവരുടെ കൂടെ വന്നിരുന്ന 8 പേരെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസിലെടുത്ത് അകത്താക്കുകയും 2019 വരെ ഈ കേസിൻ്റെ വിചാരണ നടക്കുകയും അതിനുശേഷം ഈ പ്രതികളെ മുഴുവൻ കുറ്റവിമുക്തരാക്കുകയും ഇവരൊന്നും കുറ്റക്കാരല്ല, നിരപരാധികളാണ് എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തിരുന്നു. അത് കോഴിക്കോടുള്ള മുക്കത്തുള്ളൊരു യത്തീംഖാനയിലേക്ക് ബീഹാറിൽ നിന്നുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് കേസെടുത്തിട്ടുള്ളത്. അന്നും നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങളോ ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നുള്ള നിലയിലുള്ള ആക്രോശങ്ങളോ നമ്മൾ കേട്ടിട്ടില്ല. അത് നിയമത്തിന്റെ ഒരു പ്രക്രിയയായിട്ടാണ് അന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു കേസിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത് BJPയുടെ എന്തോ പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ശരിയല്ല. ഈ കേസിലെ വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവിടെ പ്രോസിക്യൂഷന് കേസിലുള്ള സാഹചര്യം അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ദുരുദ്ദേശപരമായി കന്യാസ്ത്രീകളെ കേസിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്നിട്ട് ഒരു സംഭവം കെട്ടിപ്പടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. അതിന് ഒറ്റ കാര്യം കൂടി ചെറുതായി ഞാൻ അങ്ങയുടെ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങിപ്പോൾ 2011 അടക്കം 2 സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അന്ന് അവിടെ ഉണ്ടാകാതിരുന്ന ഒന്ന് ഛത്തീസ്ഗഡിൽ ഉണ്ടായി. അത് ആൾക്കൂട്ട വിചാരണയും അക്രമവുമാണ്. അവിടെ ബജ്രംഗദൾ പ്രവർത്തകർ കൂടിച്ചേരുകയും അവരവിടെ ഇവർക്കെതിരെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയും എന്തിന് കേരളത്തിൽ നിന്ന് പോയ MP-മാർ ഏറെക്കുറെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നിവർ അവരോട് പറഞ്ഞു എന്നതടക്കം പറയുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് പോലീസ് ഇടപെടലാണ്. അവിടെ നടന്നത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ആൾക്കൂട്ടത്തിന്റെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലും വിചാരണയും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നമുണ്ടായത്. ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട് എങ്കിൽ അത് തെളിയിക്കേണ്ടത് നിയമമാണ്. അതിൽ നിയമം ഇടപെടുന്നതിനെ ആരും എതിർക്കുകയോ അതിനെതിരെ ശബ്ദിക്കുകയോ ചെയ്യില്ല. ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത്. ഉറപ്പാണോ?
ഉറപ്പാണോ? നിയമം ഇടപെടുന്നതിന് ആരും എതിർക്കുന്നില്ലേ? ഇവിടെ ഈ പറയുന്ന പോലെ സെക്ഷൻ 143 ഓഫ് BNS എന്ന് പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതേപോലെ തന്നെ റിലീജിയസ് കൺവേർഷൻ ആക്ടിലെ സെക്ഷൻ 4 ഏർപ്പെടുത്തിയതും ഇവരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയതും റിമാൻഡ് ചെയ്തതും ഇപ്പൊ ജാമ്യം നിഷേധിച്ചതും ഒന്നും പ്രശ്നമല്ലേ? ബജ്രംഗ് ദൾ പ്രവർത്തകർ ആ വിഷയത്തിൽ ഇടപെട്ടു എന്നത് മാത്രമാണോ പ്രശ്നം? നോക്കൂ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഈ 3 സംഭവങ്ങൾ തുലനം ചെയ്ത് കാണിച്ചപ്പോഴാണ് ഈ 2 സംഭവങ്ങളിൽ ഇല്ലാത്ത ഒന്ന് ഛത്തീസ്ഗഡിൽ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞത്. TTI അവരോട് ടിക്കറ്റ് പരിശോധന നടത്തിയതിനു ശേഷം പോലീസിനെ അറിയിച്ച് നിയമപരമായി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന കാര്യം മാത്രമാണ് ഉണ്ടായതെങ്കിൽ അത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഡ്യൂ ലീഗൽ പ്രോസസ് എന്ന നിലയ്ക്ക് പരിഗണിക്കാം. പക്ഷെ അതിന് സമാന്തരമായി അവിടെ കൂടിച്ചേർന്ന ആൾക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന SP അടക്കം അവിടെ എത്തുകയും അവർ പറയുന്നതനുസരിച്ചുള്ള മൊഴി നൽകുകയും ചെയ്തത് എന്ന ആരോപണങ്ങൾ കൂടിയുണ്ട്. ആൾക്കൂട്ടം അവിടെ ഉണ്ടായി, ആൾക്കൂട്ട വിചാരണ അവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ BJPക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങേക്കത് പറയുകയുമാകാം. പിന്നെ ഈ ഡ്യൂ ലീഗൽ പ്രോസസ് നടക്കുന്നതിനിടയിൽ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, മനുഷ്യക്കടത്തിൽ മതപരിവർത്തനവും നടത്തുന്നതായി ബന്ധമില്ല എന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണല്ലോ. ഈ ഡ്യൂ ലീഗൽ പ്രോസസ്സിൽ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ആ റോൾ? നോക്കൂ, അവർക്ക് നീതിപൂർവകമായിട്ടുള്ള വിചാരണയ്ക്കുള്ള ന്യായമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന BJP നടത്തുമെന്നാണ് പറഞ്ഞത്. അതല്ലാതെ അവിടുത്തെ നിയമത്തിന്റെ പ്രക്രിയ അട്ടിമറിക്കുന്ന പോലെയുള്ള ഇടപെടലുകളൊന്നും BJP നടത്തുകയില്ല എന്നുള്ളത് ഞാൻ വ്യക്തമാക്കാം. ശരി, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച BJP കേരളത്തിന്റെ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിയമസഹായം ഉറപ്പാക്കും എന്നല്ല. അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി ബന്ധമില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് മുൻധാരണയുണ്ട്. ഡ്യൂ ലീഗൽ പ്രോസസ്സിൽ നിയമസഹായം നൽകും എന്നല്ല പറഞ്ഞത്, ബന്ധമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ശ്രീമതി മാധു, എന്തുകൊണ്ട് 2 സ്ഥലങ്ങളിൽ 2 വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 1968 മുതൽ മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ആ നിയമം കൊണ്ടുവന്നത് BJP സർക്കാർ അല്ല. 1968 BJP ഉണ്ടായിട്ട് പോലുമില്ല. അന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ സർക്കാർ, പിന്നീട് വന്നിട്ടുള്ള ലോക്ദളിന്റെ സർക്കാരാണ് ഈ പറയുന്ന മതപരിവർത്തന എന്നോട് ക്ഷമിക്കണം, അങ്ങ് പറയുന്ന ചരിത്രത്തെ എനിക്ക് ബഹുമാനമുണ്ട്, എനിക്കത് കേൾക്കാൻ താല്പര്യവുമുണ്ട്. പക്ഷേ ഇത് 3ാമത്തെ ദിവസമാണ് കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് എന്നോട് പറഞ്ഞത് BJP ഉറപ്പ് നൽകിയത് ലീഗലായ സഹായം നൽകും എന്നാണ്. അങ്ങയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പേജിൽ BJP കേരളം പുറത്തിറക്കിയ കാർഡ് ഏതെങ്കിലും മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയ കാർഡല്ല. BJP കേരളം പുറത്തിറക്കിയ കാർഡിൽ പറയുന്നത് മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി ബന്ധമില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ധാരണയാണോ? ഇത് നിങ്ങൾ തന്നെ പറയുന്ന മുൻധാരണയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞ ഡ്യൂ ലീഗൽ പ്രോസസ്സിൽ എന്താണ് ഇതിന്റെ റോൾ? വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ BJPയുടെ നിലപാട് ഞാൻ വിശദീകരിക്കാം. ആ നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾക്ക് ആ കാർഡ് മതിയായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളൊരു BJP പ്രതിനിധിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ BJPയുടെ നിലപാട് വിശദീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള സമയം എനിക്ക് തരൂ. ഇവിടെയുള്ള സാഹചര്യം എന്താണ്? ഇവിടെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിലെ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസെടുക്കാൻ തക്കതായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള 2 കന്യാസ്ത്രീകൾ ഈ പറയുന്ന പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നിരുന്ന PVTG ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള, അതും നക്സൽ അഫക്റ്റഡ് മേഖലയായിട്ടുള്ള അംബുജുമാഡ് എന്ന് പറയുന്ന നാരായൺപൂർ ജില്ലയിൽ 3 ട്രൈബൽ പെൺകുട്ടികളെ അവരുടെ സമ്മതത്തിന് വിരുദ്ധമായിട്ട് ആഗ്രയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കേസ് എടുത്തിട്ടുള്ളത്. എന്നാൽ ആ കേസ് എടുത്തതിന് ശേഷമാണ് ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാവുന്നത്. സ്വാഭാവികമായി സഭാ പ്രതിനിധികൾ BJPയുടെ നേതൃത്വവുമായി ബന്ധപ്പെടുന്നു. ഈ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മതപരിവർത്തനത്തിനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് യാതൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ ഛത്തീസ്ഗഡിലെ പോലീസ് അതിൽ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് എന്ന് അറിയിക്കുന്നു. സ്വാഭാവികമായിട്ട് കേരളത്തിലെ BJP സർക്കാരിന് കേരളത്തിലെ സഭകളുമായിട്ടുള്ള നല്ല ബന്ധം മുൻനിർത്തിക്കൊണ്ട് ആ കാര്യത്തിൽ സഭയുടെ ആശങ്കയും സഭയുടെ ഈ കാര്യത്തിലുള്ള പ്രതിഷേധവും ഛത്തീസ്ഗഡിലെ BJPയുടെ ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് BJP അവിടുത്തെ ലീഗൽ പ്രോസസ്സിനെ ഏതെങ്കിലും നിലയിൽ അട്ടിമറിക്കുന്നു. അതായത് അവിടെ യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിലും അവരെ വെറുതെ വിടണമെന്നോ, അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്നത് മനുഷ്യക്കടത്താണെങ്കിലും അത് സാരമാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടൊന്നും BJPക്കില്ല. അവിടെ ഉണ്ടായ കാര്യത്തിൽ എന്താണ് നടന്നത് എന്നുള്ള കൃത്യമായ ന്യായമായിട്ടുള്ള അന്വേഷണം വേണം. ആ ന്യായമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കേണ്ട നിരപരാധിയാണോ അപരാധിയാണോ എന്നുള്ള കാര്യം. അത് നിയമപ്രക്രിയയിലൂടെയാണ് അപരാധിത്വവും നിരപരാധിത്വവും തെളിയിക്കപ്പെടേണ്ടത്. ആ കാര്യത്തിൽ ന്യായമായിട്ടുള്ള അന്വേഷണം വേണോ എന്നുള്ള ആവശ്യം മാത്രമേ BJP മുന്നോട്ട് വെക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ പക്ഷം. ശരി, അങ്ങയുടെ ആ പക്ഷം ആണ് ഞാൻ ആവർത്തിച്ച് ചോദ്യം ചെയ്തത്. ന്യായമായ അന്വേഷണം വേണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. നിയമസഹായം നൽകാം എന്ന കാര്യമാണ് BJP പറഞ്ഞത് എന്ന് അങ്ങ് ആവർത്തിച്ച് പറയുന്നു. ഈ കാർഡ് തെറ്റാണ് എന്ന് അങ്ങ് പറഞ്ഞതിനാലാണ് എനിക്ക് ചോദിക്കേണ്ടി വന്നത്. ആ കാർഡ് മതിയായതാകണമായിരുന്നുവെങ്കിൽ, അങ്ങയുടെ ഭാഷയിലാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഞാൻ പറഞ്ഞത്, ആ കാർഡ് മതിയായതാകണമായിരുന്നുവെങ്കിൽ അങ്ങ് അതിനെ സാധൂകരിക്കണമായിരുന്നു. പക്ഷേ
ഇതിനകത്ത് കൃത്യമായി പറയുന്നത് നീതിയുക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതല്ല, മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി ബന്ധമില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങയുടെ BJP സംസ്ഥാന അധ്യക്ഷനുമായി അതിൽ സംസാരിച്ചൊരു ക്ലാരിറ്റി വരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സഭയുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിട്ടുണ്ട് എന്നൊരു വരി കൂടി ഇതിൽ കാണുന്നില്ല. സഭയുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ അതിനാണല്ലോ അനൂപ് ആന്റണി അടക്കം പറഞ്ഞു വിട്ടത്. പക്ഷേ അവിടെ അവർക്ക് ബന്ധമില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്ന കാർഡിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഞാൻ അങ്ങിലേക്ക് വരാം.